കൊടിസുനിക്ക് പരോൾ നൽകിയത് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ പേടിച്ചു ജീവിക്കുന്ന ഭരണകൂടമാണ് ഇവിടെയുള്ളത് എന്നും കൊലക്കേസ് പ്രതികളുടെ കൂടെയാണ് CPM എന്നും അദ്ദേഹം വിമർശിച്ചു. സർക്കാർ ആരുടെ കൂടെയാണ് എന്നത് വീണ്ടും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം പെരിയ കൊലക്കേസിൽ പ്രതികളെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പരസ്യമായ നിലപാട് പാർട്ടി എടുത്തതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പുതിയ ക്രിമിനലായ കൊടിസുനിയെ പരോളിൽ വിടാൻ പോലീസ് റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് മനുഷ്യാവകാശ കമ്മീഷന്റെ പേര് ഉപയോഗിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ, ചെയർമാന്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തീരുമാനം ഗവൺമെന്റിന്റെയാണ്. മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ് 2018 പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് 1 മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചിട്ട് ചെയ്യാണ്. ഈ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കള്ളക്കച്ചവടം നടത്തുകയാണ്, എല്ലാ ഷെയ്ഡി ബിസിനസ്സും നടത്തുകയാണ്. ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ സംഘമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കേസുകളിലും ഇവർ പങ്കാളികളാകുകയാണ്. ഇവരെ പേടിയാണ്. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ CPM നേതാക്കളെ ഭീഷണിപ്പെടുന്നത്. ആ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിട്ടാൽ ഇപ്പൊ പുറത്ത് കറങ്ങി നടക്കുന്ന പല CPM നേതാക്കളും ജയിലിനുള്ളിൽ പോകും. അതുകൊണ്ട് CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും ഈ കേസിലെ പ്രതികൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക, നിയമം ലംഘിച്ച് അവരുടെ പേര് എഴുതി ചേർക്കുക, എന്നിട്ട് അത് പുറത്തുവിട്ടു എന്നതിന്റെ പേരിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക. തെറ്റായ കാര്യം. അതായത് നിയമപരമായി അവരുടെ പേര് വരാൻ പാടില്ല പരോൾ കൊടുക്കേണ്ട ലിസ്റ്റിൽ, എന്നാൽ പേര് ചേർത്തു. അത് പുറത്തു വന്നതിന് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു. അങ്ങനെ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. അതാണ് ഇതിന്റെ തെളിവ്. ആരുടെ കൂടെയാണ് കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടത്തിയ ക്രിമിനലുകളുടെ കൂടെയാണ് ഈ ഗവൺമെന്റും CPM. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.